എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിലിൽ കണ്ട ധനലക്ഷ്മി ധ്യാനമന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ധനലക്ഷ്മി ധ്യാനമന്ത്രം മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ ജപിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനമന്ത്രമാണ് ധനലക്ഷ്മി ധ്യാനമന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു തരാം. ആദ്യമായിട്ട് ജപിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമോ ദീപാവലി പോലെയുള്ള വിശേഷ ദിവസമോ ആയാൽ ഉത്തമമാണെന്ന് പറയുന്നു. പ്രേക്ഷകർക്ക് കഴിയുക ഏറ്റവും പെട്ടെന്ന് ജപിക്കണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തോളൂ കേട്ടോ. ദീപാവലിക്ക് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ധനലക്ഷ്മി ധ്യാനമന്ത്രം ആദ്യം ജപിക്കുന്നതിന് മുൻപ് നമ്മൾ ശിവോഹൻ ചിന്നു ചാനലിൽ ശ്രീ മഹാലക്ഷ്മി അഷ്ടകം, അതായത് കുബേര വിരചിതമായ ശ്രീ മഹാലക്ഷ്മി അഷ്ടകം അപ്ലോഡ് ചെയ്തിരുന്നു. ആദ്യം മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചതിന് ശേഷം ധനലക്ഷ്മി ധ്യാനമന്ത്രം ജപിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം തീർന്നു കിട്ടിക്കോളും. മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ എന്നും ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും. കാരണം മഹാലക്ഷ്മി ധ്യാനമന്ത്രമല്ലേ, തീർച്ചയായിട്ടും ഫലം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് ആദ്യം ജപിക്കേണ്ടത് വെള്ളിയാഴ്ചയോ ദീപാവലി ദിവസമോ തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് ശ്രീ കുബേര വിരചിതമായിട്ടുള്ള മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചതിന് ശേഷം ധനലക്ഷ്മി ധ്യാനമന്ത്രം ജപിക്കുക കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി പറഞ്ഞു തരാം ധനലക്ഷ്മി ധ്യാനമന്ത്രം. നന്നായിട്ട് ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർ നന്നായിട്ട്, അതായത് ഓരോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഒന്ന് നോക്കിക്കോളൂ. ഇനി പറഞ്ഞു തരാം മന്ത്രം. ധിമി ധിമി ധിന്തിമി 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 ദുന്ദുബി നാദ സുപൂർണമയേ ഘുമഘുമു ഘുംഘുമ ഘുംഘുമ ഗുഗുമ ശംഖനിനാദ സുവാദ്യനുദേ വേദപുരാണേതിഹാസ സുപൂജിത വൈദിക മാർഗ പ്രദർശയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധനലക്ഷ്മി രൂപിണി പാലയമ. ഇതാണ് മന്ത്രം കേട്ടോ. മന്ത്രം ഡിസ്ക്രിപ്ഷനിലുണ്ട്. നന്നായിട്ടൊന്ന് നോക്കി പഠിച്ചോളൂ, എന്നിട്ട് ജപിച്ചോളൂ. ആദ്യമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ആദ്യമായിട്ട് ജപിക്കേണ്ടത് ശ്രീ കുബേര വിരചിതമായിട്ടുള്ള മഹാലക്ഷ്മി അഷ്ടകം ആദ്യം ജപിച്ചതിന് ശേഷമാണ് ഇത് ജപിക്കേണ്ടത്. ആദ്യമായിട്ട് ജപിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ചയോ ദീപാവലി ദിവസമായിരിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. എല്ലാ പ്രേക്ഷകർക്കും മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്